ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ കോൺഗ്രസിനെ വലയ്ക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത്. അതിലൊന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു പോയതാണ്. ഒന്ന്, വയനാട്ടിൽ അവർ പിരിച്ച പണം എവിടെ, അവർ വാഗ്ദാനം ചെയ്ത വീട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞത് അദ്ദേഹത്തെയും ആ പാർട്ടിയും വലിയ അബദ്ധത്തിൽ കൊണ്ടുചെന്ന് ചാടിച്ചിരിക്കുന്നു. സർക്കാർ അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുന്നതിലെ വലിയ അപാകത സമൂഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. സർക്കാരിൻ്റെ സഹായമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് വീട് വെച്ചു കൊടുക്കാനാണ് ജനങ്ങൾ പണം നൽകിയത്. ആ പണം എവിടെ, എത്ര പിരിച്ചു, എന്തുകൊണ്ട് വീട് പണിതില്ല, ഏത് അക്കൗണ്ടിൽ? ഈ ചോദ്യം അപ്പോഴാണ് ഒരു പുതിയ വാദവുമായിരുന്നു സർക്കാർ വന്നാൽ വീട് വെച്ച് നൽകാം എന്ന നിലയിലേക്ക് വരുന്നു. അതും വലിയ തോതിൽ വിമർശന വിധേയമാകുന്നു, വലിയ ചർച്ചയാകുന്നു. മറ്റൊന്ന് സീറ്റ് കോഴ പ്രശ്നമാണ്. സീറ്റ് വാഗ്ദാനം ചെയ്ത് ഹരിയാനയിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ കൈപ്പറ്റിയെന്ന ഗുരുതരമായ ആക്ഷേപം നേരിടുന്ന സാഹചര്യം കെ.സി. വേണുഗോപാലിന് നേരെയുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിന് നേരെയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ PA അടക്കമുള്ളവരുടെ നേരെയുണ്ട്. അതിൻ്റെ ഗൗരവമായ വശങ്ങൾ നേരത്തെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങളൊന്നും പല മാധ്യമങ്ങളും എന്തുകൊണ്ട് ഗൗരവത്തിൽ കാണുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം, കൈരളി ന്യൂസ് ഈ ഹരിയാനയിലെ സീറ്റ് കോഴയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നടക്കം പിന്നീട് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് തുടർച്ചയായി അതിൻ്റെ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്തകളുമായിട്ടാണ് വിഷ്ണു തലവൂര് നമ്മുടെ മുമ്പിലേക്ക് ഇന്നും വരുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മളത് കണ്ടിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയതിൻ്റെ കൂടുതൽ തെളിവുകളാണ് കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. വിഷ്ണു തലവൂര് ചേരുകയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന്. കൂടുതൽ തെളിവുകൾ എന്തൊക്കെയാണ് വിഷ്ണു? കൂടുതൽ തെളിവുകൾ കോൺഗ്രസ് നേതാക്കൾക്ക്, ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആ സ്ത്രീ, അവരുടെ ഭർത്താവ് ഗൗരവ് കുമാറിൻ്റെ ജീവിത പങ്കാളിക്ക് സീറ്റ് കിട്ടാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പണം കൊടുത്തത് എത്രമാത്രം, എന്തൊക്കെ പുതിയ തെളിവുകൾ പറയൂ. കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള ഗൗരവ് കുമാർ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിനും നൽകിയ പണത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് കൈരളി ന്യൂസ് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. അതായത് നേരത്തെ തന്നെ ഗൗരവ് കുമാർ പറഞ്ഞിരുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ഏകദേശം 1,20,00,000 രൂപ നൽകിയെന്നതാണ്. അതിൽ 15 ലക്ഷം രൂപ തിരികെ നൽകി എന്നും ഗൗരവ് കുമാർ പറഞ്ഞിരുന്നു. എന്തായാലും ഗൗരവ് കുമാർ നടത്തിയ ചില ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് അദ്ദേഹത്തിൻ്റെ SBI പാർലമെൻറ്റ് SBI ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ നൽകിയിരുന്നു. അത് 2024 ജൂലൈ 3-നാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പാർലമെൻറ്റ് ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നത്. ഇത് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ സാലറി അക്കൗണ്ടാണ്, പാർലമെൻറ്റ് ബ്രാഞ്ച് SBI അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ 1 ലക്ഷം രൂപയാണ് ഗൗരവ് കുമാർ 2024 ജൂലൈ 3-ന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ സ്റ്റാഫ് അംഗമായിട്ടുള്ള എബിൻ ജോയുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിൽ 2 ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും നമ്മൾ കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. 2023 ജൂൺ 24-ന് 50,000 രൂപയും 2024 ഓഗസ്റ്റ് 15-ന് 3 ലക്ഷം രൂപയുമാണ് എബിൻ ജോയുടെ അക്കൗണ്ടിലേക്ക് നൽകിയിരിക്കുന്നത്. എബിൻ ജോയുടെ കാനറ ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കേരള ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ടിലേക്കുമാണ് പണം നൽകിയിരിക്കുന്നത്. ഇത് ഗൗരവ് കുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ട്രാൻസാക്ഷനൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. 2024 ഹരിയാന തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസ് നേതാവിന് ഇത്തരത്തിൽ സീറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്, ഹരിയാനയിലെ ബാബിൽ സീറ്റ് വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയത് എന്ന് തന്നെയാണ് ഗൗരവ് കുമാർ തൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ SBI പാർലമെൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ നൽകിയതിൻ്റെ തെളിവുകളുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ സ്ക്രീൻഷോട്ടുകളിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എംപി തൻ്റെ പാർലമെൻറ്റ് ബ്രാഞ്ച് SBI ബ്രാഞ്ചിൻ്റെ പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഗൗരവ് കുമാറിന് കൈമാറിയിരുന്നു. അപ്പോൾ അതിലെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് ഈ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന സ്റ്റേറ്റ്മെൻറ്റിലെ അക്കൗണ്ട് നമ്പരും എന്ന് പറയുന്നത്. അതായത് ഈ കൊടിക്കുന്നിൽ സുരേഷ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ PA പണം വാങ്ങി എന്നതിൻ്റെ നിർണായക തെളിവുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ഗൗരവ് കുമാർ ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയാണെങ്കിൽ മറ്റ് നേതാക്കൾ ഇതിൽ കോടികളുടെ കൈമാറ്റം നടന്നു, ഒരു സീറ്റിന് വേണ്ടി കോടികൾ കോഴ കൊടുത്തു എന്നാണല്ലോ ഇവർ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അതാണല്ലോ അവരുടെ പരാതി. നിയമപരമായി അവർ നീങ്ങിയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് നേതാക്കൾക്കുള്ള പണമിടപാടിനെ കുറിച്ചുള്ള എന്തു സൂചനയാണ് ഈ ഗൗരവ് കുമാറിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്? എങ്ങനെ പണമിടപാട് നടത്തി? ബാങ്ക് ഇടപാടാണോ അല്ലാതെയാണോ? കള്ളപ്പണമായിട്ടാണോ?
ശരത്ത്, ഇതിൽ ഗൗരവകുമാർ പറയുന്നത് കൂടുതലും പണം നൽകിയിരിക്കുന്നത് അക്കൗണ്ട് വഴിയല്ല, നേരിട്ട് പണം നൽകുന്ന സാഹചര്യമാണ്. അതായത് KC വേണുഗോപാലിന് കൂടുതലും പണം നൽകിയിരിക്കുന്നത് നേരിട്ട് തന്നെയാണ്. അതോടൊപ്പം KC വേണുഗോപാലിൻ്റെ PA ആയിട്ടുള്ള അനസ് അലിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകിയിട്ടുണ്ട് എന്നതാണ് ഗൗരവകുമാർ നമ്മളോട് പറയുന്നത്. ഇത് ഗൗരവകുമാർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിലും ഗൗരവകുമാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഓഡിയോ ക്ലിപ്പുകളടക്കം ഗൗരവകുമാർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഗൗരവകുമാർ തൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് KC വേണുഗോപാൽ 75 ലക്ഷം രൂപയാണ് തിരികെ നൽകാനുള്ളത്. KC വേണുഗോപാലിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന അനസ് അലി 10 ലക്ഷം രൂപ നൽകാനുണ്ട് എന്നതാണ് ഗൗരവകുമാർ എന്തായാലും തൻ്റെ പരാതിയിൽ പറയുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഗൗരവകുമാർ ദില്ലിയിലേക്ക് എത്തുന്നു, അതും ആത്മഹത്യാ ഭീഷണി മുഴക്കി രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്നതാണ് ഗൗരവകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ മാധ്യമപ്രവർത്തകരെയൊക്കെ തന്നെ ഈ തൻ്റെ മരണത്തിന് ദൃസാക്ഷികളാകാൻ ഗൗരവകുമാർ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഗൗരവകുമാറിനെ ദില്ലിയിലേക്ക് എത്തിയ സമയത്ത് വിഷ്ണു, ഇതേക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? KC വേണുഗോപാലോ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസോ കൊടിക്കുന്നിൽ സുരേഷോ ഒക്കെ? ശരത്ത്, എന്തായാലും ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ടത്. കാരണം ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. കാരണം ഈ കോൺഗ്രസ് നേതാക്കൾ സീറ്റിനു വേണ്ടി ഏകദേശം 7 കോടിയോളം രൂപ, അതും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി. എന്നിട്ട് പോലും ഇതുവരെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് വസ്തുത. ശരത്, റൈറ്റ്. ഏതാണ്ട് ഇപ്പോൾ ബാങ്ക് വഴി കൊടുത്തു, ബാങ്ക് വഴി അല്ലാതെയും പണം കൈമാറി എന്ന് പരാതിക്കാരൻ പറയുമ്പോൾ ബാങ്ക് വഴി കൊടുത്ത അതുമാത്രവുമല്ല, ഇപ്പോൾ MP കൊടിക്കുന്നിൽ സുരേഷിന് പണം കൊടുത്തു, അദ്ദേഹത്തിൻ്റെ PAക്ക് പണം കൊടുത്തു, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്ക് പണം കൊടുത്തു എന്ന് പറയുന്നു. KCയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് പണം കൊടുത്തു എന്ന് പരാതിയിൽ പറയുന്നു. ബാക്കി നേരിട്ട് പണം കൊടുത്തു എന്നൊക്കെ പറയുന്നു. കോടികളുടെ ഇടപാട് പല രൂപത്തിൽ നടന്നു എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. അപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷിന് 1 ലക്ഷം രൂപ ബാങ്കിൽ കിട്ടിയതിൻ്റെ ഒരു തെളിവ് പുറത്തു വന്നിരിക്കുന്നത്. സെയ്തലവിക്ക് അത് അത്ര പോരാ എന്ന് തോന്നുന്നു, 1 ലക്ഷമല്ലേ ഉള്ളൂ എന്ന മട്ടിലാണ് പറയുന്നത്. 1 ലക്ഷം കൊടുത്തതിൻ്റെ തെളിവ്, 1 ലക്ഷവും ഒരു തുക തന്നെയാണ് സർ. അത് ശരിയായ കാര്യത്തിനോ നിയമപരമായ കാര്യത്തിനോ അദ്ദേഹത്തിന് അർഹതപ്പെട്ടതോ അല്ല എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പരാതിക്കാരൻ വന്നിരിക്കുകയല്ലേ. എന്തിനു വേണ്ടിയാണ് ഈ 1 ലക്ഷം പോയതെന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. ഹരിയാനയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കോൺഗ്രസിൻ്റെ നിയമസഭാ സീറ്റ് കൊടുക്കാം എന്നു പറഞ്ഞു വിശ്വസിപ്പിച്ച് പല തരത്തിൽ പണം വാങ്ങിച്ചു എന്നാണ് പരാതി. അങ്ങനെ പോയ പണത്തിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിലാണ് പരാതിക്കാരൻ ഈ 1 ലക്ഷത്തെക്കുറിച്ച് പറയുന്നത്. ഈ 1 ലക്ഷത്തിലേക്ക് അങ്ങ് ചുരുങ്ങല്ലേ. ഈ 1 ലക്ഷം എന്ന് പറയുന്നതും ഒരു വലിയ തുക തന്നെയാണ് ഈ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച്. അങ്ങനെ പല ഗഡുക്കളായി പല രൂപത്തിൽ പണം പോയതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. ആ രൂപത്തിൽ അതിൻ്റെ തെളിവ് പുറത്തു വന്നിരിക്കുന്നു, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾ എന്തേ അങ്ങനെയാണെങ്കിൽ നിരാകരിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല? ഒരു തവണയെങ്കിലും പ്രതികരിക്കാൻ ഈ നേതാക്കൾ തയ്യാറായോ? ഈ ഗൗരവകുമാറിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തോ? ഇവിടെ പലപ്പോഴും ചോദിക്കുന്ന കേൾക്കാമല്ലോ, അങ്ങനെയാണെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൂടെ? കാര്യങ്ങൾ വിശദീകരിച്ച് പ്രതികരിച്ച് നിൽക്കുന്ന ആളുകളോടാണ് ഇങ്ങനെ ചോദിക്കാറുള്ളത്. ഇത്ര ഗുരുതരമായ ആക്ഷേപം, രാഷ്ട്രീയമായ ആക്ഷേപം, സ്വന്തം പാർട്ടി സീറ്റ്, ടിക്കറ്റ് അത് വിൽക്കാൻ നിൽക്കുന്ന ആളുകളാണോ ഈ നേതാക്കളെന്ന ചോദ്യം കോൺഗ്രസ് പ്രവർത്തകരും പൊതുസമൂഹവും ചോദിക്കുമ്പോൾ, അങ്ങനെ ആക്ഷേപം ഉന്നയിച്ച പരാതിക്കാരൻ രാഹുൽ ഗാന്ധിയുടെ വീടിന് മുമ്പിൽ പോയി ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ദില്ലി പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നത് വാർത്തയായി നിൽക്കുമ്പോൾ, അതിൻ്റെ ഭാഗമായി രാജ്യത്തെ ഒരു MP, ആ MPക്ക് 1 ലക്ഷം കൊടുത്തതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തെളിവായി പരാതിക്കാരൻ പറയുമ്പോൾ അതിനെ കുറച്ച് കാട്ടിയാൽ ഈ ആക്ഷേപം ഇല്ലാതാകില്ല, ഈ പരാതി ഇല്ലാതാകില്ല. മറിച്ച് ഇതിനോട് പ്രതികരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ആർജവം കാണിക്കണം. മൗനം കൊണ്ട് ഇതിന് പരിഹാരം തീർക്കാം എന്ന് വിചാരിച്ചാൽ എങ്ങുമെത്തില്ല. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ നേതാക്കളുടെ മുമ്പിലെ വലിയ ചോദ്യമായി നിൽക്കുകയാണ് എന്നുള്ളത്, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമായി താങ്കൾ കാണേണ്ടത് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നമ്മളുമായി ദില്ലിയിൽ നിന്ന് പങ്കുവച്ചത്.